കഴിഞ്ഞ ദിവസമാണ് വാണിജ്യാടിസ്ഥാനത്തിലുള്ള പാചകവാതകത്തിന് സിലിണ്ടറിന് വെറും 1.5 രൂപ കുറച്ചത്. 2024 ഇന്ത്യയിൽ ഇന്ധനവില ഗണ്യമായി കുറയ്ക്കും എന്ന ചില റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. രാജ്യത്തുടനീളമുള്ള ഉപഭോക്താക്കൾക്ക് അത് വലിയ ആശ്വാസമാകും. പെട്രോൾ, ഡീസൽ വിലകളിൽ വൻതോതിൽ വില കുറയ്ക്കാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ. ഏപ്രിൽ, മെയ് മാസങ്ങളിൽ നടക്കാനിരിക്കുന്ന 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ് ഈ നീക്കം എന്നും പറയുന്നവരുണ്ട്. നിലവിൽ രാജ്യാന്തര വിപണിയിൽ അസംസ്കൃത എണ്ണയുടെ വിലയിൽ വൻ ഇടിവുണ്ട്. ഇതും ഇന്ത്യയിലെ ഇന്ധനവില കുറയ്ക്കാൻ കാരണമാണ്. പെട്രോളിനും ഡീസലിനും 10 രൂപ വരെ ലിറ്ററിന് കുറച്ചേക്കും എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. സെൻട്രൽ എക്സൈസ് നയത്തിൽ യഥാക്രമം 8 രൂപയും 6 രൂപയും വെട്ടിക്കുറച്ച് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില കുറയ്ക്കാൻ കേന്ദ്രം തീരുമാനിച്ചതിന് ഏകദേശം 2 വർഷത്തിന് ശേഷമാണ് ഈ നീക്കം ഉണ്ടാകാൻ പോകുന്നത്. ഡൽഹിയിൽ പെട്രോൾ, ഡീസൽ വില യഥാക്രമം 96 രൂപ 71 പൈസയും 89 രൂപ 62 പൈസയുമാണ്. അതേസമയം മുംബൈ, ബംഗളൂരു തുടങ്ങിയ പ്രധാന നഗരങ്ങളിൽ ഇന്ധനവില 100 രൂപയ്ക്ക് മുകളിലാണ്. രാജ്യാന്തര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില നിലവിൽ ബാരലിന് $70 മുതൽ $80 വരെ വിലയിലാണ് വ്യാപാരം നടക്കുന്നത്. അതിനാലാണ് ഇന്ധനവില കുറയ്ക്കുന്നതിന് അനുകൂലമായി പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് നിർദ്ദേശം അയച്ചതെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. രാജ്യാന്തര തലത്തിൽ ക്രൂഡ് ഓയിൽ വിലയിലുണ്ടായ ഇടിവ് കാരണം ഇന്ത്യയിലെ 3 വൻകിട സർക്കാർ എണ്ണ കമ്പനികൾ, അതായത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ, ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ എന്നിവ വലിയ ലാഭമാണ് നേടിയത്. പെട്രോളിനും ഡീസലിനും വില കൂടുന്നതിനാൽ CNGയിലേക്ക് ടാക്സി വാഹനങ്ങൾ അടക്കം കൂട്ടത്തോടെ മാറുന്നുണ്ട്. പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും അപേക്ഷിച്ച് വില കുറവാണ് എന്നുള്ളതാണ് CNGയുടെ നേട്ടം. പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വിലയുടെ പകുതി മാത്രമേ CNGക്ക് ആകുന്നുള്ളൂ എന്നാണ് മുംബൈയിലെ ടാക്സി ഡ്രൈവർമാരൊക്കെ പറയുന്നത്. അതേസമയം മൊളാസസിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന എഥനോൾ പെട്രോളിന് പകരക്കാരനാകുമോ എന്നുള്ള ഒരു സംശയം പൊതുവെ ഉണ്ടാകുന്നുണ്ട്. എഥനോൾ സംഭരണ വില ഉയരുന്നതിനാൽ എണ്ണ കമ്പനികൾ ഇതിൻ്റെ സംഭരണ വില ഇപ്പോൾ വർദ്ധിപ്പിച്ചു. ആഭ്യന്തര പഞ്ചസാര ഉൽപ്പാദനത്തെക്കുറിച്ചുള്ള ആശങ്കകൾ കാരണം 2023-24 സീസണിൽ കരിമ്പ് ജ്യൂസിൽ നിന്നോ സിറപ്പിൽ നിന്നോ എഥനോൾ ഉൽപ്പാദിപ്പിക്കുന്നത് നിർത്താൻ സർക്കാർ പഞ്ചസാര മില്ലുകളോട് ആവശ്യപ്പെട്ടതിന് തൊട്ടു പിന്നാലെയാണ് ഈ നീക്കം. മൊളാസസിൽ നിന്ന് എഥനോൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഹരിത സമ്പദ് വ്യവസ്ഥയെ വളർത്തും എന്നതിനാൽ പെട്രോളിയം മന്ത്രാലയം ഇത് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. 100% എഥനോൾ ഇന്ധനം ഉപയോഗിച്ചുള്ള ടൊയോട്ട ഇന്നോവ പോലുള്ള ഫ്ലക്സ് ഫ്യൂൽ വാഹനങ്ങൾ കൂടുതലായി ഇന്ത്യൻ വിപണിയിൽ വരും വർഷങ്ങളിൽ ഇറങ്ങുമെന്നാണ് സൂചനകൾ. ഇത് പെട്രോളിനും ഡീസലിനും ഡിമാൻഡ് കുറയ്ക്കും എന്നും വിദഗ്ധർ പറയുന്നു. സുസ്ഥിരതയ്ക്കും പ്രകൃതിക്കും ഇത് നല്ലതായതിനാൽ എഥനോൾ ഇന്ധനത്തിന് ഭാവിയിൽ ഡിമാൻഡ് കൂടുമെന്നും കരുതപ്പെടുന്നു. ഫ്ലക്സ് ഫ്യൂൽ വാഹനങ്ങളിൽ 85% എഥനോളും പെട്രോൾ 15%വുമാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ കാർഷിക ഉൽപ്പന്നങ്ങളിൽ നിന്ന് എഥനോൾ ഉൽപ്പാദിപ്പിക്കേണ്ടി വരുന്നത് ഭക്ഷ്യസുരക്ഷയെ ബാധിക്കുമോ എന്ന പേടിയും സർക്കാരിനുണ്ട്. റഷ്യ ഉക്രൈൻ യുദ്ധം തുടങ്ങിയതിൽ പിന്നെ ഇന്ത്യക്ക് വിലക്കുറവിൽ പെട്രോൾ ലഭിച്ചു തുടങ്ങിയത് മൂലം രാജ്യാന്തര വിപണിയിൽ അസംസ്കൃത എണ്ണവില കൂടിയെങ്കിൽ പോലും ഇന്ത്യ വില കൂട്ടിയിരുന്നില്ല. പൊതു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഇന്ധനവില ഇപ്പോൾ കുറയ്ക്കുകയാണെങ്കിൽ അത് അടുത്ത 6 മാസത്തേക്കെങ്കിലും സാധാരണക്കാരൻ്റെ പോക്കറ്റ് ചോർച്ച തടയുമെന്നാണ് റിപ്പോർട്ടുകൾ.